ഇന്ന് ഞാൻ ഇത്തിരി ധൃതിയിലാണ്. കാരണം തിരക്ക് പിടിച്ച് ഓടി വരാൻ കാരണം കൊല്ലത്തെ ഒരു ഷിജുസ്വാമിയാണ്, കള്ളസ്വാമിയാണ്, വ്യാജനാണ് ആള്. അദ്ദേഹം നിങ്ങൾക്കറിയാം, ഈ കൊല്ലം അമ്മച്ചി വീട്ടിൻ്റെ അവിടെ ഒരു ജ്യോതിശാലയൊക്കെ നടത്തി, ആഭിചാരക്രിയയൊക്കെ നടത്തി, അത്യാവശ്യം പണമൊക്കെ സമ്പാദിച്ച് സ്ത്രീകളെയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പുള്ളി ലാവിഷായിട്ട് ലക്ഷറീസ് ആയിട്ട് കഴിയുകയാണ്. ഇന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരം വന്നത്. ഈ കാഷായ വസ്ത്രം എടുത്ത് അണിയുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു കാർപ്പൻ്ററായിരുന്നു. അപ്പോൾ ഈ കാർപ്പൻ്ററല്ല, ഇദ്ദേഹം ടൈൽ പണിക്കാരനായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ ആലോചിക്കണം. ചില ആൾക്കാർ സംസാരിക്കും, പറയല്ലേ ഞാൻ MA BEd ഈ MA BEdകാരനെ തട്ടിച്ചിരിക്കുക പുള്ളി. കേരളത്തിൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന ആളുകളെ മുഴുവൻ തട്ടിച്ച് എത്രയോ സ്ത്രീകളെ തന്നെ ചൂഷണം ചെയ്ത് ഇയാൾ കുറേ അധികം കാലമായി കൊല്ലത്ത് വലസുകയായിരുന്നു ഷിജുസ്വാമി. കാരണം അയാൾക്ക് മനസ്സിലായി ഏറ്റവും രക്ഷപ്പെടാൻ ജീവിതത്തിലുള്ള വഴി ഈ കാഷായം എടുത്ത് അണിയുന്ന ഈ ടൈൽ പണിക്ക് പോകുന്നതല്ല. അപ്പം നമുക്ക് മലയാളികളെ ആർക്ക് വേണമെങ്കിലും, ഒരു വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും തട്ടിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അമ്മച്ചി വീട്ടിലെ ജ്യോതിശാല നടത്തി ആഭിചാരക്രിയ കൊണ്ട് അനേകം ആൾക്കാരുടെ ജീവിതം കട്ടപ്പുകയാക്കിയ ഈ ഷിജുസ്വാമി. എന്തുകൊണ്ട് ഷിജുസ്വാമിമാർ പിറവിയെടുക്കുന്നു? നമ്മുടെ വിവരക്കേട്.